ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ഹെൽപ്ഫുൾ പീപ്പിൾ. ഇത്ര നാലിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സാധാരണ 3 എടുക്കല്. ഇന്ന് ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഒരെണ്ണം കൂടെ എടുത്തത്. ഓക്കെ, അപ്പം ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കതിന് ഒരു സന്ദേശം കിട്ടും. അതിനെന്ത് ചെയ്യണം? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്. മെഡിറ്റേഷൻ നമുക്ക് ഉത്തരം കൊണ്ടുത്തരും, ആൻസർ കൊണ്ടുത്തരും എന്ന് പറയുന്നു. അതിന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തിട്ട് എൻ്റെ ഇൻറ്റ്യൂട്ടീവ് പവർ വർദ്ധിച്ചിട്ട് എനിക്ക് കിട്ടും എന്ന് നിങ്ങൾ ധരിക്കരുത്. വെയിറ്റ് ചെയ്യൂ, സമയമെടുക്കും. കാരണം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ സെക്കൻഡിൽ കിട്ടും. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മളിത് ചെയ്യാത്ത ഒരു വ്യക്തി ആദ്യം മുതൽ ആണെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വിചാരിച്ചാൽ കിട്ടില്ല. അത് പ്രാക്ടീസ് കൊണ്ടാണ് കിട്ടുന്നത്. അതിനാണ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്കത് കിട്ടും. പക്ഷേ ആ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം? അത് നമ്മൾ നിരന്തരം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ കുളിച്ചിട്ടേ എനിക്ക് മെഡിറ്റേഷൻ, എനിക്ക് സമയം കിട്ടത്തില്ല, രാവിലെ എനിക്ക് പണിയുണ്ട്, കുട്ടികളുണ്ട്, അതുണ്ട് അടുക്കള പണിയുണ്ട്. സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. ജെൻസിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്, യോഗയുണ്ട്, അതുണ്ട്. ഓക്കെ, എന്നാൽ ഇതൊന്നുമില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സന്ദർഭമുണ്ട്, സമയമുണ്ട് അല്ലേ? നമ്മളെപ്പോഴും ഇങ്ങനെ തിരക്കൊന്നും ആയിരിക്കില്ലല്ലോ. ആ സമയത്ത് കുറച്ചും നേരം മൗനമായിട്ടിരുന്ന് നമ്മൾ ഈ മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ ഇൻറ്റ്യൂട്ടീവ് പവർ വർദ്ധിക്കും. നമുക്ക് പല പല ആൻസേഴ്സ് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹെൽപ്ഫുൾ പീപ്പിൾ, നിങ്ങളെ സഹായിക്കുവാൻ ആളുകൾ ഉണ്ടാകും, വരും എന്നാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന സന്ദേശം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.